എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരും ഞാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും നമ്മെ ക്രിസ്തുവിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലുമുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിലൂടെയും മറ്റ് TV ന്യൂസുകളിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കത്തോലിക്കര്, അതായത് റോമിൽ നിന്നും മാർപ്പാപ്പ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ സഹമധ്യസ്ഥ എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റി വിശ്വാസികളുടെ മാതാവ് എന്നുള്ള സ്ഥാനം മതി എന്ന് പ്രഖ്യാപിക്കുവാനായിട്ടിടയായി. അത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ വെളിച്ചം ലഭിച്ച വിശ്വാസികളായിട്ടുള്ളവരുടെ ഒരു പ്രാർത്ഥനാ വിഷയമാണ് ഈ സത്യം എല്ലാവരും അറിയണമെന്ന്. ഏകമധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണെന്നും മറിയമോ മറ്റു വിശുദ്ധന്മാരായിട്ടുള്ളവരാരോ മധ്യസ്ഥരൊന്നുമല്ല, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് തന്നെ മറുവിലയായി നൽകിയ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്നുള്ള തിരിച്ചറിവ് ബോധ്യവും എല്ലാവർക്കും ലഭിക്കണമെന്ന് ഏതൊരു സത്യമറിഞ്ഞ വെളിച്ചത്തിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് മാർപ്പാപ്പയിലൂടെ അത് സംഭവിച്ചു. ആ പ്രാർത്ഥനയ്ക്ക്, അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. അനേകർക്ക് അത് വലിയൊരു ആശ്വാസമാണ്. അനേകർക്ക് ഹൃദയം കൊണ്ട് സന്തോഷിക്കാൻ വകയുണ്ട്. അപ്പോൾ തന്നെ കത്തോലിക്കരായിട്ടുള്ള വിശ്വാസികളുടെ അവർ യഥാർത്ഥമായ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ യഥാർത്ഥമായ ആ വചനം അനുസരിച്ചുള്ള ആ പ്രാർത്ഥനാ രീതിയിലേക്ക് വരുവാനെല്ലാം മാർപ്പാപ്പ കൊടുത്ത ഈ നിർദ്ദേശം, മാർപ്പാപ്പയ്ക്ക് ലഭിച്ച ഈ തിരിച്ചറിവ് വെളിപ്പാട്, അത് കത്തോലിക്ക സഭയിലുള്ള എല്ലാവർക്കും അത് യേശുക്രിസ്തു മുഖാന്തരം രക്ഷപ്രാപിക്കാൻ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തപ്പെടുവാൻ അത് കാരണമായി തീരട്ടെ. അതിനായിട്ടുള്ള ഒരു മാർഗമാണ്, അതിനായിട്ട് ദൈവം ഇടപെട്ട ഒരു വലിയൊരു ദൈവിക പദ്ധതിയാണ് മാർപ്പാപ്പ കൊടുത്ത ഈ ഒരു വെളിപ്പാട്, തിരിച്ചറിവ്. അതിനായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ ഇന്ന് അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ കത്തോലിക്കരായിട്ടുള്ള വിശ്വാസികളെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതുമായി ബന്ധപ്പെട്ട് ചില വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം, ചിന്തിക്കാം. ആ വാക്യത്തിലൂടെ, വചനത്തിലൂടെ നമുക്ക് മാർപ്പാപ്പ എന്തുകൊണ്ടിട്ടാണത് അങ്ങനെ സംസാരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വചനത്തിലൂടെ തന്നെ ഒന്ന് തിരിച്ചറിയാനും അത് ആ വചനത്തിലൂടെ ബോധ്യം അനേകർക്കുണ്ടാകുവാനും അനേകർ മാനസാന്തരപ്പെട്ട് യഥാർത്ഥമായ ദൈവത്തിൻ്റെ വഴിയിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, ക്രിസ്തുവിൽ വേരൂന്നി വളരുവാനെല്ലാം അത് ഇടയാക്കണം. അതിനായിട്ട് നമുക്ക് ചില വചനവാക്യങ്ങളെ നമുക്ക് വായിക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് വായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മധ്യസ്ഥനെ കുറിച്ചിട്ട് വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. എത്ര മധ്യസ്ഥന്മാരുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അതിനായിട്ട് നമ്മൾ വായിക്കുന്നത് തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 2-ാമത്തെ അധ്യായം 5-ാം വാക്യം മുതലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിക്കുകയും അപ്പോസ്തലനായി ബോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടും ഇരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിക്കുകയും അപ്പോസ്തലനുമായി ബോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടും ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്ര. ആ വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ദൈവം ഒരുവനല്ലോ, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ആ മധ്യസ്ഥൻ്റെ യോഗ്യതയെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആ മനുഷ്യൻ്റെ യോഗ്യത, അതായത് യേശുവിൻ്റെ യോഗ്യത എന്താ? യേശുവിന് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യരാശിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാനുള്ള യോഗ്യത എന്താണെന്നുള്ള ഇവിടെ പറയുന്നുണ്ട്. അവൻ തന്നെ മറുവിലയായി നൽകി. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് യോഗ്യത. മനുഷ്യരാശിയുടെ പാപങ്ങളെ തൻ്റെ മേൽ ചുമത്തി ആ പാപത്തിന് പരിഹാരമായി സ്വന്തം ജീവനെ കാൽവരി ക്രൂശി യാഗമായി അർപ്പിച്ചു. അങ്ങനെ ആ സ്ഥാനം അങ്ങനെയാണ് യേശു കർത്താവ് കരസ്ഥമാക്കിയത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി, അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ.
മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് എല്ലാവരുടെയും മറുവിലയായി തന്നെ ക്രൂശിയാഗമായിട്ട് അർപ്പിച്ച ഈ യേശുവിനെയാണ് ദൈവം ക്രിസ്തുവാക്കി വെച്ചിരിക്കുന്നത്, കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പുകാരനായിട്ട് വെച്ചിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവിനെ ആ സ്ഥാനം പിതാവായ ദൈവം കൊടുക്കാൻ കാരണം എല്ലാവർക്കും വേണ്ടി തന്നെ മറുവിലയായി നൽകി, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ വേറൊരു മധ്യസ്ഥനുമില്ല. പിന്നെ യേശുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവരുവാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമാണ് യേശുവിൻ്റെ അമ്മയായ മറിയ. യേശുവിൻ്റെ അമ്മയാണ് നമുക്ക് വിശ്വാസികളുടെ പിതാവ് എന്ന് നമുക്ക് പറയാം. പഴയ നിയമത്തിൽ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് യേശുവിൻ്റെ അമ്മയെ വിശ്വാസികളുടെ പിതാവ് എന്ന് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ദൂത് കേട്ട സമയത്ത്, അതായത് ദൂതൻ വന്ന് കന്യകയായിരിക്കുന്ന വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്ന മറിയുടെ അടുക്കൽ ദൈവദൂതൻ വന്നിട്ട് ദൂത് പറഞ്ഞു, നീ മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം എന്ന് ദൂത് പറഞ്ഞപ്പോഴേക്കും ആ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ, ദൈവദൂതൻ എന്ന് പറഞ്ഞ വാക്കിന് മുമ്പിൽ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെട്ട ആ മറിയയുടെ അസമർപ്പണം, ആ വിശ്വാസം, ദൈവത്തിന്റെ വാക്കിലുള്ള വിശ്വാസം, അത് ഏറ്റെടുക്കുവാനായിട്ടുള്ള ആ മനസ്സാന്നിധ്യം, അതിൻ്റെ മുമ്പിൽ നമ്മളും മറിയത്തെ നമുക്ക് നമ്മുടെ വിശ്വാസികളുടെ മാതാവായിട്ട് നമുക്ക് അംഗീകരിക്കാം. ആ വിശ്വാസികൾ മാതാവായിട്ട് മറിയത്തെ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് അനുകരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും മുമ്പിൽ നിർത്താൻ കഴിയുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയയെ തന്നെ. കാരണം എന്താ വെച്ചാൽ ഒരു കന്യക ഈ തരുണത്തിൽ, അതായത് ഈ അന്നത്തെ ആ സാഹചര്യത്തിൽ, യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് അന്നത്തെ സാഹചര്യത്തിൽ ഒരു കന്യക വിവാഹം കഴിക്കാതെ ഗർഭിണിയാക്കപ്പെട്ടെന്നാൽ അവളെ വ്യഭിചാരക്കുറ്റം ചുമത്തി കല്ലെറിഞ്ഞു കൊല്ലും. അപ്പോൾ അത്രയും ഒരു പ്രശ്നം, ഈ വിവാഹം കഴിക്കാത്ത ഈ കന്യക ദൈവദൂതന്റെ വാക്ക് കേട്ട് ഗർഭിണിയാക്കപ്പെട്ടെന്നാൽ, ലോകമറിഞ്ഞെന്നാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ശിക്ഷ അവിടെ മുന്നിലുണ്ട്. നിയമം അതാ. അത്രയും വലിയ നിയമത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ദൈവദൂതൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ, ആ വചനത്തിന് മുമ്പിൽ മറിയ സമർപ്പിക്കപ്പെട്ടു. ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ അനുസരണയുടെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഭാഗങ്ങളിലെല്ലാം അനുസരണയെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. യേശുവിന്റെ അനുസരണ, യേശു പിതാവിനെ ക്രൂശില മരണത്തോളം അനുസരിച്ചു. നമ്മൾ വായിച്ചതുപോലെ തന്നെ നമ്മൾ 1 ശമൂവേൽ 15 നമ്മൾ വായിച്ചു. അപ്പൊ ഇവിടെ മറിയ അനുസരിച്ചു, ദൈവവചനം അനുസരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനം അനുസരിച്ചപ്പോഴാണ് മറിയയിലൂടെ ദൈവികമായിട്ട് ദൈവം ഉദ്ദേശിച്ചിരുന്ന ദൈവിക പദ്ധതി എന്താണോ അതവിടെ നിറവേറ്റപ്പെട്ടു. നമ്മൾ എപ്പോഴും അറിയണം, നമ്മൾ ദൈവവചനം അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നത്. നമ്മൾ ദൈവവചനം കേട്ടനുസരിച്ചെന്നാൽ പിതാവായ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് നൽകിയ ആയുസ്സിൽ നമ്മളെക്കുറിച്ച് ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതി എന്താണോ അത് നിറവേറ്റപ്പെടണമെങ്കിൽ ദൈവവചനം നമ്മൾ കേട്ടനുസരിക്കണം. ഓരോ വിശ്വാസികളും ഇത് തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്ര. വചനം അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ, അതായത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം. ഇവിടെ മറിയ അത് ചെയ്തു. അതുകൊണ്ട് നമുക്ക് മറിയയെ, ഇപ്പം മാർപ്പാപ്പ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മറിയയെ വിശ്വാസികളുടെ മാതാവായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കത്തോലിക്കരായിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒരിക്കലും സഹരക്ഷകയല്ല മാതാവ്, യേശുവിൻ്റെ അമ്മ. സഹരക്ഷക എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്രിസ്തു വിഭജിക്കപ്പെടുക ഇല്ല. ദൈവമാണ് രക്ഷാകര പദ്ധതി ഒരുക്കിയത്. ദൈവമാണ് മനുഷ്യരൂപമെടുത്ത് മനുഷ്യരെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരാശിയുടെ അകൃത്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ പാപപരിഹാര യാഗം നടത്തിയത് ദൈവം തന്നെയായ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. നമ്മൾ അറിയണം, ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും ഷെയർ ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം ദൈവം മറ്റാരായിട്ടും ഷെയർ ചെയ്യത്തില്ല. അത് നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ഇമോഷണലായിട്ടുള്ള ലവ് ആണ്, ഇമോഷണലായിട്ടുള്ള സ്നേഹമാണ് നമ്മളിത് കാണിക്കുന്നത്. യേശുവിൻ്റെ അമ്മയല്ലേ. അപ്പോൾ സഹരക്ഷക എന്ന് പറഞ്ഞതിന് എന്താ കുഴപ്പം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയണം, ഇതിൻ്റെ പിന്നിൽ പിശാച് കയറി കളിക്കുക. പിശാച് എന്താ ചെയ്യിക്കുന്നത്? ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തെ നമ്മളിൽ നിന്നും മോഷ്ടിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ അത് മോഷ്ടിക്കുക. പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്ന ഇതാണ്, ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന മഹത്വം പിശാച് അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് യേശു കർത്താവിൻ്റെ അടുക്കൽ പോലും വന്നിട്ട് പിശാച് പറഞ്ഞു, നീ എന്നെ ഒന്ന് കുമ്പിട്ട് വണങ്ങിയാൽ മുഴു ലോകവും നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം പിശാച് എപ്പോഴും ദൈവത്തിൻ്റെ ശത്രു എന്ന പോലെ തന്നെ നമ്മുടെയും ശത്രുവാ. നമ്മളെ
അവൻ നമ്മൾ വചനത്തിൽ നമ്മൾ നിലനിന്നില്ലെങ്കിൽ അവൻ നമ്മളെ വീഴ്ത്തിക്കളയും, അവൻ നമ്മളെ കെണിയിൽപ്പെടുത്തും, അവൻ നമ്മളെ ദൈവത്തിൻ്റെ വിരോധികളാക്കി നമ്മളെ മാറ്റുവാനും അവൻ ദൈവത്തിന് വിരോധമായിട്ട് നമ്മൾ ഉപയോഗിക്കാനെല്ലാം പിശാച് നമ്മളെ ഉപയോഗിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാദത്തിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം എപ്പോഴും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മറിയത്തെ നമ്മൾ വിശ്വാസികളുടെ മാതാവായിട്ട് അംഗീകരിക്കാം. അതുപോലെ തന്നെ കാനാവിലെ കല്യാണ വിരുന്നിലും യേശു കർത്താവ് വെള്ളം വീഞ്ഞാക്കുന്ന സന്ദർഭത്തിലും മറിയ പറയുന്നൊരു കാര്യമുണ്ട് ശിഷ്യന്മാരോട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവീൻ. അവിടെ മറിയ പറയുന്നത് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവീൻ എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാലിയായ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ആ കൽഭരണി അത് നിറച്ച വെള്ളം അത് നല്ല വീഞ്ഞായി മാറി. ഇത് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും കത്തോലിക്കർ ഈ ഒരു വചനവാക്യം ധ്യാനിച്ച് അത് പ്രസംഗിക്കുമ്പോൾ പറയും, മറിയയുടെ അടുക്കൽ നമുക്ക് ചെല്ലാം, മറിയ യേശുവിനോട് പറയും. അങ്ങനെ മറിയയെ സഹ മധ്യസ്ഥയാക്കി രക്ഷകയുമാക്കി വെച്ചിരിക്കുക. ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് തിരിച്ചറിയണം നമ്മൾ. ഇതൊക്കെ പിശാചിൻ്റെ പരിപാടികളാണ്. കാരണം ഇവിടെ മറിയയെ സഹരക്ഷകയായിട്ടോ സഹമധ്യസ്ഥയായിട്ടോ ദൈവം ആക്കി വെച്ചിട്ടില്ല. വചനത്തിൽ അങ്ങനെ ഒരു ദൈവവചനത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം മറിയ അവിടെ പറഞ്ഞത് എന്തെന്നാ? മറിയക്ക് അറിയാം തൻ്റെ ഉദരത്തിലൂടെ വന്ന ഈ യേശു ക്രിസ്തുവ, പിതാവായ ദൈവം അയച്ച മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവ. മറിയക്ക് അറിയാം അത്. മറിയ അതുകൊണ്ടിട്ടാണ് അവിടെ വീഞ്ഞില്ലായ്മയിൽ യേശു കർത്താവിൻ്റെ അടുക്കൽ മറിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കണം, മറിയയുടെ ജീവിതത്തിലോ അല്ലെ യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിലോ ശുശ്രൂഷ കാലയളവിലോ ഒരു സ്ഥലത്തും മറിയ വന്നിട്ട് ഇതൊരു വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നതോ ഒരു വ്യക്തിക്ക് വേണ്ടി അവിടെ ഒരു റെക്കമെൻഡേഷനായിട്ട് ചെല്ലുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ മറിയ അവസാനമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ ആ സിറ്റുവേഷനിൽ അവസാനമായി ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുകയും. ശിഷ്യന്മാരുടെ യേശു കൽപ്പിച്ചു, ശിഷ്യന്മാരത് ചെയ്തു, അത് അത്ഭുതമായി മാറി. അതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒരു കാര്യം മറിയ നമ്മളോട് പറയുന്നുണ്ട്, യേശു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും, വിടുതൽ നടക്കും. അപ്പം നമ്മൾ അനുകരിക്കേണ്ടത്, മറിയയുടെ വാക്കിൽ നിന്ന് നമ്മൾ അനുകരിക്കേണ്ടത് അതാണ്. യേശു പറയുന്നത് നമ്മൾ അനുസരിക്കുക. യേശു പറയുന്നത് നമ്മൾ അനുസരിച്ചെന്നാൽ നമ്മൾ ദൈവത്താലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഹല്ലേലൂയ, സ്തോത്രം. നിത്യജീവൻ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ ഇന്ന് വളരെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. മാർപ്പാപ്പ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. മാർപ്പാപ്പയുടെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെട്ടു, ആ വെളിപ്പാട് കൊടുത്തു. ആകപ്പാട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അത് തന്നെ മറവിലായി നൽകിയ കർത്താവായ യേശു ക്രിസ്തു തന്നെ. മറിയ മധ്യസ്ഥയല്ല, സഹരക്ഷകയല്ല, മറിയയെ വിശ്വാസികളുടെ മാതാവായിട്ട് അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അത് നമുക്കും അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തെന്നാൽ മറിയയുടെ ജീവിതം നമുക്ക് ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് പ്രേരണ തരുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു മറിയയുടെ ജീവിതം. അത് നമുക്ക് അനുകരിക്കാം. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ ഈ ഒരു തിരിച്ചറിവ് ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. നമുക്ക് ദൈവം നൽകിയ ആ രക്ഷാകര പദ്ധതിയിലൂടെ നമുക്കും നിത്യജീവൻ അവകാശമാക്കുവാൻ ഏകമധ്യസ്ഥനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ആശ്രയിക്കാം. നമ്മളിവിടെ വായിക്കുന്നുണ്ട്, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ രക്ഷക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുവിൻ്റെ നാമമാണ്. അതുപോലെ പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിലാണ് സകല മനുഷ്യരാശിയുടെ രക്ഷ. യേശുവാണ് നമ്മുടെ രക്ഷകൻ. യേശു മാത്രമാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. പിതാവായ ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രയധികം ദൈവം നമ്മളെ സ്നേഹിച്ചു. ഇന്നത്തെ ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.